ഇന്നത്തെ രാത്രിയിലെ ദൈവവചനാധ്യാനത്തിനായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പുത്രനെക്കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ ജ്ഞാനം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഞങ്ങളുടെ ആത്മാവിനാണ് അങ്ങ് തുറന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. രക്ഷയെക്കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കേൾപ്പിച്ച തിരുവചനത്തിനായിട്ട് നന്ദിയോടെ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഇന്നത്തെ രാത്രി ദൈവവചനം ശക്തിയോടെ ഞങ്ങളുടെ മധ്യത്തിൽ പ്രഘോഷിപ്പിക്കപ്പെടുവാൻ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് പ്രസാദകരമായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തിത്തരുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങളിൽ ചെയ്തെടുത്താട്ട് യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൽ ചെല്ലുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ ഇന്ന് ഈ വായിച്ച വചനഭാഗം എല്ലാവർക്കും സുപരിചിതമായ ഒരു ദൈവവചനഭാഗമാണ്. ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആദ്യത്തെ വാക്യത്തിൽ നിന്നാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു, ആൻഡ് വെൻ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് വാസ് ഫുള്ളി കം they were all with one accord in one place. It's a supernatural work of God. ഒരേ സ്ഥലത്ത് ഒരേ ആത്മാവിൽ ദൈവത്തിൻ്റെ ജനമായിരിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ ഒന്നിച്ചിരുന്ന ജനം ചില നാളുകൾക്ക് മുമ്പ് പല സ്ഥലങ്ങളിലായിരുന്നു. ചിന്നിച്ചിതറിപ്പോയിരുന്ന ഒരു ജനമാണ്. ചിന്നിച്ചിതറിപ്പോയിരിക്കുന്ന ജനം അവരെവിടെയൊക്കെ ആയിരുന്നുവോ അവിടേക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് കടന്നു ചെല്ലുവാൻ കഴിയുന്നില്ല. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന പദ്ധതികൾ അവരുടെ മേൽ പകരപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയുന്നില്ല. കർത്താവിന് തൻ്റെ ശ്രേഷ്ഠമേറിയ പ്രവൃത്തി ചെയ്യണമെങ്കിൽ, തൻ്റെ സഭയെ സ്ഥാപിക്കണമെങ്കിൽ, തൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ജനത്തെ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരു സ്ഥലത്ത് ഒരേ ആത്മാവിൽ കൂടി വന്നേ മതിയാവും. ഇന്നത്തെ രാത്രി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ശ്രേഷ്ഠമേറിയ ചില ദൈവവചന മർമ്മങ്ങളാണ്. സഹോദരങ്ങളെ, യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യത, ഒരുമനപ്പെടുക, ഇൻ വൺനെസ് ആൻഡ് ഇൻ വൺ അക്കോർഡ്. ഒരേ ആത്മാവിൽ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഒരേ ആഗ്രഹത്തോടെ ഒരു ജനം ഒന്നിച്ചു കൂടുക. അതൊരു വലിയ അത്ഭുത പ്രവൃത്തി തന്നെയാണ് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിലും. സഹോദരങ്ങളെ, അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം പലപ്പോഴും ഇടയാക്കുന്നതും ഇടയാക്കാതിരിക്കുന്നതും. നാം ഒരുമനപ്പെട്ട് കടന്നു വരുന്നില്ലെങ്കിൽ, ഒരേ ആത്മാവിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നില്ലെങ്കിൽ, നമ്മളെ തന്നെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി കൊടുത്തി ഒരേ ആഗ്രഹത്തോടെ നമ്മളെ സമർപ്പിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ മധ്യത്തിൽ നടക്കത്തില്ല. എന്നാൽ ഒരേ ആത്മാവിൽ ഒരേ ആഗ്രഹത്തോടെ ഒരേ തീഷ്ണതയോടെ ഒരേ ലക്ഷ്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട്, കർത്താവെ, ഞങ്ങൾ ഒരു ജനമായി ഞങ്ങളുടെ പാദപീഠത്തിൽ ഇരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നാം ഇരിക്കുന്നുവെങ്കിൽ മഹത്വകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ സ്ഥാപിതമാകും. ഞാൻ ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊരു അമേസിങ് വേഴ്സാണ്. ഞാൻ ഈ വചനത്തിലൂടെ വെറുതെ ഒന്ന് കടന്നു പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ആ ഒരു വചനം ഒന്ന് ഉടക്കി. ഈ ഒരു ആദ്യത്തെ വാക്യം, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മധ്യത്തിൽ ഒരു വലിയ പെരുന്നാളാണ്.
അവർ ഒന്നിച്ചു കൂടി വന്നത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് അവർ ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം. 1-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ പാർക്കണം. ഇവിടെ നിന്ന് ശക്തി പ്രാപിച്ചിട്ടാണ് നിങ്ങൾ യെരൂശലേം വിട്ടിട്ട് പോകേണ്ടത്. ലോകത്തിന്റെ അറ്റത്തോളം, യഹൂദയിലെ, ശമരിയിലെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എൻ്റെ സാക്ഷികളായി പോകുന്നതിന് മുമ്പ് ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കണം. അത് എപ്പോൾ ആ ശക്തി പ്രാപിക്കപ്പെടുമെന്ന്, എപ്പോൾ ആ ശക്തി സ്വർഗത്തിൽ നിന്ന് പകരപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞില്ല. നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ആ കാത്തിരിപ്പിൽ ഒരു ദിവസമായി ഇത് സംഭവിക്കുന്നത്. അവർക്ക് ആർക്കും അറിയില്ല അന്നത് സംഭവിക്കുവാൻ പോകുകയാണെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരെപ്പോൾ മുതൽ കാത്തിരിക്കുവാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ ഈ സമയം വരെയും അവർ ഒരുമനപ്പെട്ടിരുന്നു. അങ്ങനെ അവിടെ വായിക്കുന്നത്, താഴേക്ക് വായിച്ചു വരുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മറന്നു പോകരുത്. ഇങ്ങനെയായിരുന്നോ ഈ ദൈവജനം? ഈ കൂടിയിരുന്നവരൊക്കെ അങ്ങനെയായിരുന്നോ? അല്ല. അപ്പൊ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഗെത്സമന തോട്ടത്തിൽ വെച്ച്, കെദ്രോൻ തോടിന് അടുത്ത് വെച്ച് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തടവിലാക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. സേവകരും പടയാളികളും മഹാപുരോഹിതന്മാരായ വലിയൊരു കൂട്ടം കടന്നു വന്നിട്ട് നമ്മുടെ കർത്താവിനെ ബന്ധനസ്ഥനാക്കിയിട്ട് കൊണ്ടുപോകുന്ന സമയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒരു വാക്യം വളരെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്യം അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? 26-ന്റെ 56 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, Then all the disciples forsook him and fled. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അതുവരെ കർത്താവിനോട് കൂടെ നിന്നവർ, കർത്താവിനോട് പിൻഗമിച്ചിരുന്നവർ, കർത്താവിന്റെ ശബ്ദം കേട്ടിരുന്നവർ, കർത്താവിനെ സ്നേഹിച്ചിരുന്നവർ, കർത്താവിൽ നിന്ന് അത്ഭുത പ്രവൃത്തികളെ കണ്ടിരുന്നവർ, താൻ മശിഹയാണെന്ന് സ്വയം ഏറ്റുപറഞ്ഞവർ, ഇവരെല്ലാവരും ആ നിമിഷം ആ പ്രതികൂലം ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കർത്താവിനെ വിട്ട് ഓടിപ്പോയി എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ ഓടിപ്പോയ ജനത്തെയാണ് ഇപ്പോൾ നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് ഒന്നിച്ചിരിക്കുന്നതായിട്ട്. അതിന്റെ മധ്യത്തിൽ എന്തെങ്കിലും പ്രവൃത്തികൾ നടന്നോ? ഹല്ലേലൂയ, അതിന്റെ മധ്യത്തിൽ എന്തെങ്കിലും പ്രവൃത്തികൾ നടന്നോ? ഇന്നത്തെ രാത്രി അതാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആ വചനം കേൾക്കുന്നവരുടെ ഇന്ന് ദൈവസഭയുടെ മധ്യത്തിൽ ഛിദ്രമായിട്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ദൈവരാജ്യത്തിൽ ഒന്നിച്ചിരിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവപ്രവൃത്തികൾക്ക് സാക്ഷികളായി തീരുവാൻ, ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ, ഈ അന്ത്യനാളുകളിൽ ശ്രേഷ്ഠമേറിയ ദൈവത്തിന്റെ വേലദേശങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നു. അവിടുന്ന് നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു. എന്നാൽ ഇത് പ്രാപിക്കുവാൻ കഴിയാതെ ഞരങ്ങുന്ന ദൈവസഭയുടെ മധ്യത്തിൽ ആരെങ്കിലും വേർപെട്ടിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും ചിത്രപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഒന്നിച്ചായിരിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന 2 വ്യക്തികൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവർക്ക് ഒന്നിച്ചിരിക്കുവാൻ കഴിയാതെ അവരുടെ മധ്യത്തിൽ പിശാച് ഡിവിഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഛിദ്രത വന്നിട്ടുണ്ടെങ്കിൽ, 2 സഹോദരന്മാർക്ക് തമ്മിൽ, 2 സഹോദരിമാർക്ക് തമ്മിൽ ഒന്നിച്ചിരിക്കുവാൻ കഴിയാത്ത അനുഭവം ദൈവസഭയുടെ മധ്യത്തിൽ, ദൈവരാജ്യത്തിൽ ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അതിനൊക്കെ പരിഹാരമാണ് ഇന്നത്തെ രാത്രി കേൾക്കുന്ന വചനം. ഓടിപ്പോയ ഒരു ജനത്തെ, ശിഥിലമായി പോയിരുന്ന ഒരു ബന്ധത്തെ വികേന്ദ്രീകരിച്ച് പലയിടങ്ങളിലായി ഒളിച്ചിരുന്ന ഒരു ജനത്തെ എങ്ങനെ കർത്താവ് ഒരു കൂരയ്ക്ക് കീഴെ ഒരേ ആഗ്രഹത്തോടെ, ഒരേ ഉറപ്പോടെ കൂട്ടിക്കൊണ്ടുവന്നു? ഇന്നത്തെ രാത്രി കേൾക്കുവാൻ പോകുന്ന വചനം അതാണ്. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, മത്തായിയുടെ സുവിശേഷം 26-ന്റെ 56 ശിഷ്യന്മാരെല്ലാവരും കർത്താവിനെ വിട്ട് ഓടിപ്പോയെന്ന. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ പോലും ഓടിപ്പോയി. ആരും കർത്താവിന്റെ കൂടെയുള്ള ഇല്ല. അവിടെ എഴുതിയിരിക്കുന്നു, they all forsook him, they all left him and they fled, they ran away. അക്കൂട്ടത്തില് എവിടോട്ടൊക്കെ ആരൊക്കെയാ ഓടിപ്പോയെന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ. എല്ലാവരും ജീവനെ ഭയന്ന ഓടിപ്പോയത്. പക്ഷെ അതിനകത്ത് 2 പേരെ കുറിച്ച് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ യെരൂശലേം വിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. യെരൂശലേമിന്റെ അനുഭവം വിട്ട്, ദൈവസഭയുടെ ദൈവ സാന്നിധ്യം വിട്ട്, ദൈവജനത്തോടുള്ള കൂട്ടായ്മ വിട്ട് അലയുന്ന ചിലര്, അവരെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അവരുടെ നേച്ചർ അവിടെ കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13 മുതലുള്ള വാക്യങ്ങളിൽ യെരൂശലേം വിട്ടിട്ട് എമ്മൗസിലേക്ക് ശിഷ്യന്മാരിൽ 2 പേര് പോകുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് കഴിയും. അതിലൊരാളുടെ പേര് ക്ലെയോപ്പാവെന്ന. കർത്താവിനോട് കൂടെ അനുഗമിച്ചിരുന്ന ഒരു ജനമായിരുന്നു അവര്. കർത്താവിനെ പിൻഗമിച്ചിരുന്ന ഒരു ജനമായിരുന്നു അവര്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ കേൾക്കുവാനായിട്ട് കഴിയും.
24-13 മുതലുള്ള വാക്യങ്ങളൊന്ന് നോക്കിക്കേ. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ എന്ന് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ദിവസം. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. They had no reason to go to Emmaus. They were supposed to be in Jerusalem to witness the risen Christ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം യെരൂശലേമിലായിരിക്കേണ്ട ഒരു ജനമാണിത്. എന്നാൽ അവർ യെരൂശലേം വിട്ട് എമ്മവൂസിലേക്ക് പോകുകയാ. അവർക്ക് പ്രത്യേകിച്ച് പോയിട്ട് കാരണമൊന്നുമില്ല. കാരണം ഈ ഭാഗത്തിന്റെ അവസാനം നമുക്ക് കാണുവാനായിട്ട് കഴിയും അവർ തിരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നത്. അപ്പോൾ ഒരു അത്യാവശ്യത്തിനൊന്നും അല്ല പോയത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് കരുതിയായിരിക്കാം. കാരണം കർത്താവിന്റെ പിന്നാലെ തങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ വീട്ടുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം, അയൽപക്കത്തുള്ളവർക്കറിയാം, കൂട്ടുകാർക്കറിയാം ഇവർ നസ്രാനായ യേശുവിന്റെ കൂടെ പോയവരാണെന്ന്. അപ്പോൾ യേശു അപകടത്തിലായപ്പോൾ, യേശു ബന്ധനസ്ഥനായപ്പോൾ, യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശുവിനോട് കൂടെ നടന്നവരെയും ഒരു പക്ഷേ അധികാരികൾ അന്വേഷിക്കുന്നുണ്ടാകാം. അപ്പൊ അവരിൽ നിന്ന് പിടികൊടുക്കാതെ എങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതിയായിരിക്കാം ഇവര് കുറച്ച് ദൂരെയുള്ള എമ്മവൂസിലേക്ക് പോയത്. കേൾക്കണമേ സഹോദരങ്ങളെ, താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി, തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ ഭാഗം ശരിയാക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അവര് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ദൈവം വിളിച്ചിടം വിട്ട്, ദൈവമാക്കിയിടം വിട്ടിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതാ, ഹല്ലേലൂയ, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതൊക്കെ അവർ മറന്നുപോയി. പ്രതികൂലം വന്നപ്പോൾ ഈ വാഗ്ദത്തങ്ങളൊക്കെ മറന്നുപോയി. പ്രതികൂലം വന്നപ്പോൾ കർത്താവിന്റെ പ്രമാണങ്ങൾ മറന്നുപോയി. പ്രതികൂലം വന്നപ്പോൾ ഞാൻ എവിടെയായിരിക്കണം എന്നുള്ളത് മറന്നുപോയി. ഞാൻ ആരായിരുന്നു എന്നുള്ള ഐഡന്റിറ്റി മറന്നുപോയി. ലോകക്കാരെ പോലെ തങ്ങളുടെ പ്രാണന് വേണ്ടി അവർ ഓടുകയാണ്. അവർ തമ്മിൽ തർക്കിച്ചെന്നാ പറഞ്ഞു. എന്താ അവർ തമ്മിൽ തർക്കിക്കുന്നത്? അവിടെ ആ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ എഴുതിയിരിക്കുന്നു, അവർ തർക്കിച്ചുകൊണ്ട് 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, and it came to pass that they were communed together and reasoned. റീസൺഡ് എന്ന് പറയുന്ന വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്. റീസൺഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് മറ്റേയാളിന് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല, അവർ സ്വയം ന്യായീകരിക്കുന്നു. അതാ റീസണിങ്. ഇവിടെ പറയുന്നവർ തർക്കിക്കുന്നു ഒന്ന് ഓർത്ത് നോക്കിയേ. ഒന്നിച്ചൊരു ഗുരുവിനോട് കൂടെ നടന്നവർ തമ്മിൽ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? 2 ആശയം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരാൾ പറയുന്നത് മറ്റേയാളിന് അംഗീകരിക്കുവാൻ കഴിയാതെ വന്നു. ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ പറഞ്ഞു കാണും യേശു കർത്താവ് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് കാണുമെന്ന്, മറ്റേയാൾ പറഞ്ഞു കാണും അതിന് യാതൊരു സാധ്യതയുമില്ല, എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പറഞ്ഞു കാണും ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പണ്ടേ എനിക്ക് സംശയമുണ്ട്, യഥാർത്ഥത്തിൽ കർത്താവ് തന്നെയാണോ, ഇത് മശിയ തന്നെയാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇല്ലാതില്ല, പക്ഷേ കർത്താവ് പറഞ്ഞു 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേക്കുമെന്ന്. പക്ഷെ ഉയർത്തെഴുന്നേറ്റോ ആരറിഞ്ഞു? അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീസൺ ചെയ്ത് പോവുകയാണ്, തർക്കിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ കാണുന്നത് എന്താണെന്ന് ചോദിക്കേ, അവരെ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് നോക്കിയേ 16-ാമത്തെ വാക്യത്തിൽ, but their eyes were holden that they should not know him. കർത്താവ് അവരുടെ കണ്ണുകളെ തടഞ്ഞിരിക്കുക, അവരുടെ കാഴ്ചയ്ക്ക് കർത്താവ് മറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവർക്ക് കർത്താവിനെ മനസ്സിലാക്കുവാൻ കോണം കഴിയാതിരിക്കുന്നു. കാരണം കർത്താവിൻ്റെ ഒരു റൈസൺ ബോഡിയാണ്, ഉയർത്തെഴുന്നേറ്റ ശരീരമാണ് കർത്താവിൻ്റേത്. ഒരു ഗോസ്റ്റ്ലി ബോഡി എന്നല്ല അതിൻ്റെ അർത്ഥം. ഗോസ്റ്റ്ലി ബോഡി എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഫ്ലഷ് ഇൻ ദാറ്റ്. അതാ ഗോസ്റ്റ്ലി ബോഡി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റേത് ഒരു കോസ്റ്റ്ലി ബോഡി അല്ല, ഒരു ആത്മീയ ശരീരമല്ല. കർത്താവിൻ്റേത് ഭൗതിക ശരീരം തന്നെയാണ്. കാരണം മനുഷ്യന് തൊടാൻ പറ്റും, ആഹാരം കഴിക്കാൻ പറ്റും. നമുക്കൊക്കെ രൂപാന്തരം പ്രാപിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്, നമ്മൾ ഭൗമികമായതിനെ വിട്ട് സ്വർഗീയമായതിനെ പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മുടെ ശരീരവും കർത്താവിൻ്റെ ഈ ശരീരം പോലെ തന്നെയാകും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ. കോസ്റ്റ്ലി ബോഡി അല്ല. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയാൽ സബ്ജക്റ്റ് ഇന്ന് പോകും. അപ്പൊ കർത്താവിന്റെ ശരീരത്തിൽ കർത്താവ് അവരുടെ കൂടെ നടന്നു. പക്ഷേ തന്നെ അറിയാതിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരുടെ കണ്ണുകളെ തടഞ്ഞിരുന്നു. കർത്താവിനത് കഴിയും. എന്നിട്ട് കർത്താവ് ചോദിച്ചു, എന്താണെന്നറിയാമോ? അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്താ ഈ വാദിക്കുന്നത്? What is the reason of this hot argument? Hallelujah. What is the reason of this hot argument? നിങ്ങൾ തമ്മിലുള്ള ഈ വാദത്തിന്റെ കാരണം എന്താണ്? അവരെന്ത് ചെയ്യുന്നറിയാമോ? they look very sad. അവർ വളരെ വിഷമത്തോടെ നിന്നു. എന്നിട്ട് ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ
കർത്താവിനോട് ചോദിക്കുകയാണ്, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. So they didn't know that it was Jesus speaking to them. യേശുവാണ് അവരുടെ കൂടെ നടക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അവര് യേശുവിനോട് ചോദിക്കുക, ഈ പരദേശികളായിരിക്കും യെരൂശലേമിൽ വന്നു പാർക്കുന്ന പരദേശികൾ എന്ന് പറഞ്ഞാൽ മറ്റു ദേശത്ത് നിന്ന് യെരൂശലേമിലേക്ക് വന്നവരിൽ ഒരാൾ, അതാണ് പരദേശി എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആ നാട്ടുകാരനല്ലാത്ത ഒരു വ്യക്തി. കർത്താവ് ഇവർ ചോദിക്കുകയാണ്, നീ ഒരാൾ മാത്രം അവിടെ നടന്നു വന്നു, ഈ ദിവസങ്ങളിൽ നടന്ന കാര്യമൊന്നും അറിഞ്ഞില്ലേ? കർത്താവ് ചോദിച്ചു, ഏതെന്ന് അവരോട് ചോദിച്ചതിന് അതെന്താണെന്ന് കർത്താവ് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രാനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുക്കുവാനെന്നുള്ളവൻ അന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങൾ ആശിച്ചിരുന്നു എന്നാൽ വിശ്വസിച്ചിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. We hoped so. They were not that sure. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെയൊക്കെ വാക്കുകൾക്ക് വലിയ വലിയ അർത്ഥമുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ, but we trusted that it had been he which should have redeemed Israel. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നു, ഞങ്ങൾ അങ്ങനെ ധരിച്ചിരുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ ധരിച്ചിരുന്നു. അതുമല്ല, ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. Can you ever believe these verses? ശിഷ്യന്മാർ പറയുകയാണ്, സഹോദരിമാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചെന്ന്, എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പേടിപ്പിച്ചെന്ന്. Can you ever imagine? Did they believe it? അവരങ്ങനെ വിശ്വസിച്ചോ കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന്? അവരാരെങ്കിലും അത് ചെക്ക് ചെയ്തോ? ഇല്ല. സഹോദരന്മാർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭ്രമിച്ചു പോയി എന്ന്. നോക്കിയേ, when they found out his body, they came saying that they had also seen a vision of angels which said he was alive. അവിടെ എഴുതിയിരിക്കുന്നത് ആ വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. Yeah, certain women also of our company made us astonished. ഞങ്ങളെ ഭ്രമിപ്പിച്ചു, ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. സഹോദരങ്ങളെ, this is very much like some of us. ഇത്രയും നാൾ കർത്താവിനോട് കൂടെ നമ്മൾ നടന്നിട്ട്, കർത്താവിനെ കുറിച്ച് കേട്ടിട്ട്, കർത്താവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്, ദൈവവചനത്തുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിട്ട് പലപ്പോഴും വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. ചില കാര്യങ്ങളിൽ ഇപ്പോഴും നമുക്ക് സംശയമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം അത്ര ധൈര്യം നമുക്ക് ഇപ്പോഴും പോരാ. ചിലർ കർത്താവിനെ കുറിച്ചുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു സംശയം വരിക, അങ്ങനെ ഉണ്ടാവുമോ? ഞങ്ങളെ ഭ്രമിപ്പിക്കുക, ഞങ്ങൾ അസ്റ്റോണിഷ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ കർത്താവിന് ഇതിനൊക്കെ കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് പിന്നെയും ഇപ്പോഴും സംശയമായിട്ടുള്ളത്. സഹോദരങ്ങളെ, മറക്കരുത്, രണ്ടായിട്ട് തിരിഞ്ഞ രണ്ടുപേരെ കുറിച്ച് അവിടെ കേൾക്കുന്നത്. ഒന്ന്, അവർ യെരൂശലേം വിട്ട് ഓടിപ്പോയവർ. കർത്താവ് നീ ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പോയ സമയത്ത് അവരും ഇറങ്ങിപ്പോയി. അതുമാത്രമോ, ആ പോയവർക്ക് തമ്മിൽ യൂണിറ്റി ഇല്ല. അവരും പരസ്പരം ആർഗ്യുമെന്റ്. They don't believe in the common concept. ആ യഥാർത്ഥ സത്യത്തിൽ, കോമൺ ആയിരിക്കുന്ന കോൺസെപ്റ്റിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനകത്ത് അവർ ആർഗ്യൂ ചെയ്യുകയാണ്. അത് മാത്രമാണോ, സത്യം കണ്ടറിഞ്ഞ സഹോദരിമാർ വന്നിട്ട് അവർ പറഞ്ഞിട്ട് അത് അംഗീകരിക്കുവാനും അവർക്ക് കഴിയുന്നില്ല. What sort of a disciple they are? എത്തരത്തിലുള്ള വിശ്വാസികളാണ് അവര്? എത്തരത്തിലുള്ള ശിഷ്യരാണ് അവര്? ഇവരെ തേടി ആര് വന്നത്? വഴിമധ്യേ കർത്താവ് വന്നത്. എന്തിന്? യെരൂശലേമിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം അവരെ കൊണ്ടുവരാൻ പോവുകയാണ് കർത്താവ്. തൻ്റെ ജനം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, തൻ്റെ ആടുകൾ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഓടിപ്പോയവരുടെ പിന്നാലെ കർത്താവ് പോവുകയാണ്. ഹല്ലേലൂയ. താഴേക്കൊന്ന് വായിച്ചു നോക്കിയേ. അപ്പോൾ കർത്താവരോട് പറയുക, 25-ാമത്തെ വാക്യം, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. So these people, they were Jewish people. They know the commandments. They know the law of Moses. മോശയുടെ ന്യായപ്രമാണങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാ. അപ്പോൾ മോശ എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന് തന്നെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ കർത്താവ് എടുത്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, സി, ഇങ്ങനെ എഴുതിയിട്ടില്ലേ,
ഇങ്ങനെ എഴുതിയിട്ടില്ലേ, ഇങ്ങനെ എഴുതിയിട്ടില്ലേ, അവൻ കഷ്ടം അനുഭവിക്കണമെന്ന് എഴുതിയിട്ടില്ലേ, കഷ്ടം അനുഭവിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണമെന്ന് എഴുതിയിട്ടില്ലേ. ഇങ്ങനെ ഓരോരോ വാക്യങ്ങൾ അവരോട് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇതെല്ലാം വഴിമധ്യേ നടക്കുന്ന സംഭവം. ആസ് ദേ വർ വാക്കിംഗ്. 28-ാമത്തെ വാക്യത്തിൽ അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാനായിട്ട് പോയി. ദിസ് ഈസ് സംതിങ് ഗുഡ് ഇൻ ദിസ് പീപ്പിൾ. ജീസസ് ആക്ട് ചെയ്യത്തില്ലെന്ന് നമ്മൾ പറയരുത് കേട്ടോ. കർത്താവ് ഹി പ്രിറ്റൻഡഡ് ദാറ്റ് ഹി വാണ്ട്സ് ടു ഗോ ഫോർവേഡ്. പക്ഷെ അവർ പറഞ്ഞു ജസ്റ്റ് സ്റ്റേ വിത്ത് us, സ്റ്റേ വിത്ത് us. അവർ നിർബന്ധിച്ചെന്ന്. ദേ ഫോഴ്സ്ഡ് ഹിം ടു സ്റ്റേ ബാക്ക് വിത്ത് them, to sleep over with them, to stay with them that night. കർത്താവിനോട് പറയുക, അവർ കർത്താവ്, they didn't know that it was Jesus, by the way, but one thing they knew, he is a man who knew the scriptures. പ്രമാണങ്ങൾ അറിയാമെന്ന്, വചനം അറിയാമെന്ന് ഒരു മനുഷ്യനാണ് ഇവരെന്ന് അവർക്ക് മനസ്സിലായി. യേശുവാണെന്ന് അറിയത്തില്ലെങ്കിൽ തന്നെയും. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയ ദൈവമക്കളെ, if they had lost that chance, if they didn't stop him, what would have happened? They would have never come back to Jerusalem. ദൈവം ചില വ്യക്തികളെ നമ്മുടെ അടുക്കലേക്ക് അയക്കും, നമ്മളെ തടയാനായിട്ട്. ചില വഴികളിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുവാൻ തക്കവണ്ണം, ചില പ്രശ്നങ്ങളിൽ നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ ദൂതുമായി ചില വ്യക്തികളെ നമ്മുടെ അടുക്കലേക്ക് അയക്കും. നമ്മളവരെ കണ്ടില്ലെന്ന് നടിക്കരുത്, നമ്മളവരുടെ ശബ്ദം കേട്ടില്ലെന്ന് നടിക്കരുത്. അവർ പറയുന്നതിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മളെ മടിക്കരുത്. അവരെക്കാൾ കൂടുതൽ എനിക്കറിയാമെന്ന് പറയരുത്. ഈ ശിഷ്യന്മാർക്ക് വേണേ പറയാമായിരുന്നു, ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നവരാ, ഞങ്ങൾക്ക് യേശുവിനെ അറിയാമെന്ന പോലെ നിനക്ക് അറിയത്തില്ലെന്ന് അവർക്ക് പറയാമായിരുന്നു. അതുമാത്രമല്ല, താഴേക്ക് അപ്പം നുറുക്കുന്നതിനെ കുറിച്ച് വരുമ്പോൾ അവർ അപ്പം നുറുക്കുവാൻ തക്കവണ്ണം യേശുവിനെ ഏൽപ്പിച്ചു. വിത്തൗട്ട് നോയിങ് ദാറ്റ് ഹി വാസ് ജീസസ്. യേശുവാന്ന് അറിയാതെ തന്നെ അപ്പം നുറുക്കും. ഈ അപ്പം 4-5 പേര് കൂടി ഇരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ അപ്പം നുറുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അതിലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. ആത്മീയമായിട്ട് ഉന്നതിയുള്ള അല്ലെങ്കിൽ ആ നേതൃത്വ നിലയിലുള്ളവർ. അതല്ലെന്നുണ്ടെങ്കിൽ അവരിൽ പ്രായം കൂടി ആരാണോ അവരാണ് അപ്പം നുറുക്കുന്നത്. ഭവനത്തിലാണെങ്കിൽ ആ ഭവനത്തിൻ്റെ നായകനായ പിതാവാണ് അപ്പം നുറുക്കി കൊടുക്കുന്നത്. ഇവിടെ ക്ലിയോപ്പാവിൻ്റെയും കൂടെയുള്ള ആളിൻ്റെയും പ്രായം നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, യേശു കർത്താവ് ഹീസ് 33. അവരതിനേക്കാൾ കൂടുതലുള്ളവരാണോ കുറവുള്ളവരാണോ എന്നറിയത്തില്ല. കർത്താവരുടെ ഗസ്റ്റാണ്. തീർച്ചയായിട്ടും അവർക്ക് വേണമെങ്കിൽ അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അപ്പം നുറുക്കാമായിരുന്നു. പക്ഷേ അവർ കർത്താവിനത് വിട്ടുകൊടുത്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് അവർക്ക് മനസ്സിലായി, they honored him thinking that he knew the scriptures. ദൈവവചനം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നവനാണിത്, ദൈവവചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നവനാണിത്. സഹോദര സഹോദരി, ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? നിനക്കറിയില്ല നീ വഴി മാറിപ്പോകുന്ന വ്യക്തിയാണെന്ന്. നിനക്കറിയില്ല നിന്റെ വഴി എങ്ങോട്ടാണെന്ന്. നീ കരുതുന്നത് നീ കറക്റ്റാണെന്നാണ്. ഞാൻ കരുതുന്നത് ഞാൻ കറക്റ്റാണെന്നാണ്. ഞാൻ എൻ്റെ റീസണിങ്ങിൽ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ അപകടം ഭവിക്കുന്നതിന് മുമ്പ് കർത്താവ് ചില വ്യക്തികളെ നമ്മുടെ മുമ്പിലേക്ക് വിടും. കർത്താവ് ചില വ്യക്തികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എന്തിന്? നമ്മളെ മടക്കി ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, നമ്മളെ മടക്കി നമ്മുടെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ. ദൈവം എവിടെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അവിടേക്ക് മടക്കി വരുത്തുവാൻ തക്കവണ്ണം, ആ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ചില വ്യക്തികളെ നമ്മുടെ മധ്യത്തിലേക്ക് വിടും. അതാ ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത്. ഹല്ലേലൂയ. ആ വ്യക്തികൾ കടന്നു വന്ന് കർത്താവിൻ്റെ ദൂതുകൾ നമ്മളോട് പറയുമ്പോൾ, ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ വ്യാഖ്യാനിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, താഴ്മയുള്ള ഹൃദയത്തോടെ അത് സ്വീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ആ വ്യക്തികളെ ബഹുമാനിപ്പാൻ നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. അല്ലാതെ ഞാൻ പറയുന്നത് ശരിയാണ്, ഇത്രയും നാൾ ഞാൻ പഠിച്ചത് ശരിയാണ് എന്നുള്ള ചിന്തയിൽ നാം ആകരുത്. ഒരു പക്ഷേ യു കുഡ് ബി റോങ്. തെറ്റായിരിക്കാം നീ പഠിച്ചു വെച്ചിരിക്കുന്നത്, നീ ശീലിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായിരിക്കാം, നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായിരിക്കാം. കർത്താവ് നിന്നെ കറക്റ്റിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയേ, അവൻ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോട് പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് പ്രത്യക്ഷനായി. ശ്രദ്ധിച്ചേ, he was breaking the bread, he prayed, he broke the bread and he gave it to them. അവരപ്പം വാങ്ങിയ സമയത്ത് എന്താ സംഭവിച്ചത്? their eyes were opened and they saw the Lord right in front of them and he disappeared. What an amazing thing. അവരുടെ ഹൃദയം എത്രമാത്രം ആനന്ദമുണ്ടായി കാണും.
എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും കൂടെ നിലത്തിരുന്നു കൊണ്ട് കുനിഞ്ഞ് കിടന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്ത് കാണും. കർത്താവേ, നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന ഞങ്ങളെ തേടി ഞങ്ങളുടെ വഴിയിൽ അങ്ങ് വന്നല്ലോ. ഞങ്ങളല്ല തേടി വന്നത്, അങ്ങ് ഞങ്ങളെ തേടി വന്നല്ലോ. അങ്ങ് ഞങ്ങളെ തേടി വന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇപ്പം അവർ ഒന്നിച്ചു. ദർ ഇസ് നോ ആർഗ്യുമെന്റ് ബിറ്റ്വീൻ ദം. വാദിക്കുകയല്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ തിരുവചനം അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി. അവർ പറയുകയാണ്, വഴിമധ്യേ അവൻ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നപ്പോൾ അവർ ഹാർട്ട്സ് വെയർ ബേണിംഗ് ഇൻസൈഡ് us. ഒരാൾ ക്ലിയോപ്പാവ് മറ്റവനോട് ചോദിച്ചു, നിന്റെ ഹൃദയത്തിൽ എരിയുന്നുണ്ടായിരുന്നു? അവൻ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര എരിച്ചിലായിരുന്നു. അപ്പോൾ ക്ലിയോപ്പാവ് പറഞ്ഞു, എൻ്റെ ഹൃദയം എരിയുമായിരുന്നു. ദേ ആർ യുണൈറ്റഡ് നൗ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ. ദൈവസാന്നിധ്യം വിട്ടുപോയ ഒരു മനുഷ്യനെ, ഹല്ലേലൂയ, യഥാർത്ഥ വഴി വിട്ടുമാറിയ ഒരു മനുഷ്യനെ കർത്താവ് തേടിക്കൊണ്ടുവന്ന ഒരു വഴിയാണ് നമ്മളിവിടെ കണ്ടത്. അവരോട് കൂടെ അവൻ നടന്നു. പലപ്പോഴും കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നത് കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾക്ക് കഴിയുന്നില്ല. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മുടെ ഹൃദയം ഏകാഗ്രതയിലല്ല. നമ്മുടെ ഹൃദയം ഭയങ്കര തത്രപ്പാടിലാണ്. എൻ്റെ രക്ഷ, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ, എൻ്റെ ഭാവി, ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. അതല്ലേ ഇവരുടെ വിഷയം. അതുകൊണ്ടല്ലേ യെരൂശലേം വിട്ടവർ ഓടിയത്. It's all about me. It's all about my future. It's all about my family. It's all about my well-being. എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ ഭാവി, എന്നെ, ഞാൻ. അതുകൊണ്ടാണ് അവർ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടവർ, കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ടവർ അതെല്ലാം വിട്ടിട്ട് ഓടിപ്പോയത്. ദൈവത്തിൻ്റെ സഭയുടെ മധ്യത്തിൽ നമുക്ക് ദൈവിക പ്രവൃത്തികൾക്ക് ഉപയോഗിക്കപ്പെടുവാൻ കഴിയാത്തതിൻ്റെ കാരണം അതിൻ്റെ മധ്യത്തിൽ ഞാൻ കടന്നു വരും. എൻ്റെ ഭാവി, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ വഴി, എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതില്ലെങ്കിൽ മറ്റാര് ചിന്തിക്കും? ഞാൻ എൻ്റെ വഴികൾക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ആരെനിക്ക് മോർഗേജ് അടയ്ക്കുവാൻ പൈസ തരും? അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആര് പഠിപ്പിക്കും? പക്ഷെ ഒരു കാര്യം ഓർക്കണമേ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ ദൈവസഭയുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റേതെന്നുള്ളത് വിട്ടിട്ട് ആരൊക്കെ ഇറങ്ങിയോ അവരെ കൊണ്ടാണ് ദൈവം സഭയെ പണിതിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണമേ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാനോ കുറയണം, അവനോ വളരണം. ലെറ്റ് മീ ബി ഡിക്രീസ്, ഹി ബി ഇൻക്രീസ്. അവൻ വളരണം, ഞാൻ കുറയണം. ഹല്ലേലൂയ. എൻ്റെതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും എൻ്റെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടണം. എൻ്റെ കർത്താവിൻ്റെ വഴി ഉയരണം. ഹല്ലേലൂയ. അവൻ്റെ പേര് മഹിമപ്പെടണം. ഇത് രണ്ടും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിനെ ഉയർത്തുന്ന ഒരു വ്യക്തി സ്വയം താണെ മതിയാക്കും. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തി പലപ്പോഴും അപമാനിക്കപ്പെടേണ്ടതായിട്ട് വരും, ഒറ്റപ്പെടേണ്ടതായിട്ട് വരും, ചില പ്രയാസങ്ങളിലൂടെ, നിന്ദയുടെ പരിഹാസങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. സഹോദര സഹോദരി, അതിന് നമ്മൾ തയ്യാറല്ല എങ്കിൽ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളിയിൽ ശോഭിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയാതെ വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അടുത്ത വാക്യം നോക്കിയേ. ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ, അറ്റ് ദ സെയിം ടൈം, വെരി ടൈം, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. എന്തൊരു വലിയ മടങ്ങിവരവാ അതല്ലേ! എന്തൊരു വലിയ മാനസാന്തരം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം ദൈവമക്കളെ, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലൊരു മടങ്ങിവരവുണ്ടാവത്തില്ല. അതിൽ എനിക്കറിയാമെന്ന് പറഞ്ഞ് നമ്മൾ പലയിടങ്ങളിലേക്ക് പോകും. അവിടെ ഒക്കെ നമ്മൾ കംഫർട്ടബിളായിട്ട് ജീവിക്കും. യെരൂശലേമിലായിരിക്കേണ്ട നമ്മൾ ജീവിക്കുന്നത് ചിലപ്പോൾ എമ്മൗസിലായിരിക്കും. ഹല്ലേലൂയ. ഒരു പക്ഷേ ദൈവവേല ചെയ്ത് തന്നെയായിരിക്കാം ജീവിക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞ സ്ഥലത്തിലല്ല, കർത്താവ് പറഞ്ഞ പാറ്റേണിലല്ല, കർത്താവ് പറഞ്ഞ രീതിയിലല്ല, കർത്താവിൻ്റെ അപ്രൂവലും നമുക്കില്ല. നമ്മൾ സ്വയം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത നമ്മുടെ വഴി, നമ്മൾ സ്വയം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത നമ്മുടെ സ്ഥലം, അതെല്ലാം പല കാര്യങ്ങൾ നോക്കിയാണ്. അതിൽ എനിക്ക് കംഫർട്ടബിളായിരിക്കുന്ന ഒരു ജീവിത ശൈലി അവിടെയുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ പറ്റുന്ന സാഹചര്യം അവിടെയുണ്ട്. ഒരു വലിയ സഭ അവിടെ ഉണ്ട്. പല പല സഹായങ്ങൾ എനിക്ക് കിട്ടും. ഹോസ്പിറ്റൽ അടുത്തുണ്ട്. എൻ്റെ ജീവിതത്തിന് പറ്റിയതെല്ലാം അനുകൂലമായി വന്നതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് സെറ്റിലായി. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ മടക്കി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് മടങ്ങി വരാൻ പറ്റൂ.
ഇന്നത്തെ രാത്രികാലം ഈ വചനത്തിന് മുമ്പാകെ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ നമുക്ക് സ്വയം ഒന്ന് ശോധന ചെയ്ത് നോക്കി. കർത്താവ് എൻ്റെ കൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും നടന്ന് പലതും സംസാരിച്ചില്ലേ എന്നോട്? ചില വ്യക്തികളെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് കൊണ്ടുവന്നില്ലേ? കഴിഞ്ഞ നാളുകളിൽ അവർ ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ചില്ലേ? പക്ഷേ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ ത്യജിച്ചു കളഞ്ഞില്ലേ? ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത്, ഞാൻ ശരിയെന്ന് കരുതിയിരുന്നതിന് എതിരായിട്ട് കർത്താവ് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ, കർത്താവ് ചിലരുടെ നാവിനെ അതിന് ഉപയോഗിച്ചപ്പോൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ലുക്ക് ഇൻടു ദിസ്. ഞാൻ ഇതിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കേട്ടോ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഹി വാസ് എ സ്ട്രേഞ്ചർ, ഹി വാസ് നോട്ട് ലോർഡ്. അല്ലേ? അവരെ നോക്കി, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അപരിചിതനാണ് ഈ മനുഷ്യൻ. ദൈവം അയച്ച ഒരു മനുഷ്യനെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കർത്താവാണെന്നുള്ളത് ഏറ്റവും ഒടുവിലല്ലേ അറിഞ്ഞത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മളോട് കൂടെ നമ്മളോട് കൂടെ നടക്കുന്നത് കർത്താവാണ്. അത് പക്ഷേ കർത്താവ് ഉപയോഗിക്കുന്ന ചില വ്യക്തികളെ നമ്മളോട് സംസാരിക്കുവാനൊക്കെ വേണം. ഈ നാളുകളിൽ നാം സ്വയം ശോധന ചെയ്യേണ്ടിയിരിക്കും. വി ഹാവ് ടു എക്സാമിൻ ourselves. Am I on the right path? Am I in the experience of Jerusalem? യെരുശലേമിലുള്ള അനുഭവത്തിലാണോ ഞാൻ? ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിലാണോ ഞാൻ? ദൈവ സാന്നിധ്യം വസിക്കുന്ന ഇടത്താണോ ഞാൻ? Am I at the right place where I am called at? Am I at the right place where I am supposed to be in? ഞാൻ ആയിരിക്കേണ്ട സ്ഥലത്ത് തന്നെയാണോ ഞാൻ ഉള്ളത്? അതോ ഞാൻ മറ്റെവിടെയോ മാറി നിൽക്കുകയാണോ എൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ താല്പര്യത്തിന് വേണ്ടി? ദിസ് ഇസ് എ ഗ്രേറ്റ് ഡേഞ്ചർ. ദിസ് ഇസ് എ ബിഗ് ഡേഞ്ചർ. ഈ കഴിഞ്ഞ നാളുകളിൽ നാം എടുത്ത തീരുമാനങ്ങൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സ്വയ താല്പര്യങ്ങളാണ് നമ്മളെ വശീകരിച്ചിട്ടുള്ളതെങ്കിൽ ഇന്നത്തെ രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ അതൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യണം ദൈവമക്കളെ. സ്തോത്രം. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഇത് രണ്ടുപേരും പോയ വഴിയാണ്. കർത്താവ് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കർത്താവ് പ്രതികൂലങ്ങളെ നേരിട്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേർ അവരെ വിട്ട് ഓടിപ്പോയതാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ ഓടിപ്പോയ മറ്റു പലരും ഉണ്ട് അവിടെ. ഹല്ലേലൂയ. ദൈവവചനത്തിലേക്ക് വരുമ്പോൾ വാട്ട് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഡിസൈപ്പിൾസ്? നമുക്കറിയാം, പെന്തിക്കോസ്തി നാളിൽ ഏതാണ്ട് 120ഓളം വന്ന ശിഷ്യന്മാരാണ്. 12 അപ്പോസ്തലന്മാരെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ആ പെന്തിക്കോസ്തി നാളിൽ അവർ ഒരുമനപ്പെട്ടിരുന്നു എന്ന് നമ്മൾ 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2:1 വായിച്ചത്. അതാ 12 ശിഷ്യന്മാരെ കുറിച്ചല്ല, അപ്പോസ്തലന്മാരെ കുറിച്ചല്ല പറഞ്ഞത്, 120ഓളം വരുന്ന ഒരു ജനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ അപ്പോസ്തലന്മാർ, കർത്താവിന്റെ അപ്പോസ്തലന്മാർക്ക് എന്ത് പറ്റി? അവരും ഓടിയതായിട്ടാണ് 26-56 മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. അവരെവിടെയാ പോയെന്ന് ചോദിച്ചാൽ സുവിശേഷത്തിൻ്റെ എല്ലാം അവസാന ഭാഗം ഒന്ന് നോക്കിയാൽ അറിയാം. ഒരൊറ്റ ശിഷ്യൻ പോലും കർത്താവിൻ്റെ കൂടെ നിന്നില്ല. ഈ പാവപ്പെട്ട ഒരു സഹോദരിയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കണ്ടത്, മഗ്ദലക്കാരത്തി മറിയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൂടെ നടന്ന പത്രോസല്ല കാഴ്ച കണ്ടത്, യാക്കോബോ യോഹന്നാനും അല്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കണ്ടത്. അവരൊക്കെ സംശയിച്ചതായിട്ടാണ് കാണുന്നത് ഈ സഹോദരിമാർ വന്ന് പറഞ്ഞപ്പോൾ. എന്തൊരു മഹാഭാഗ്യം ആ സഹോദരിമാർക്ക് വിശ്വസിക്കാനുള്ള കൃപ കർത്താവ് കൊടുത്തതല്ലേ. ഒന്ന് ഓർത്ത് നോക്കി. അവരാരും അപ്പോസ്തലന്മാരല്ല. ആ സഹോദരിമാരാരും അപ്പോസ്തലരൊന്നും അല്ല. അവർ വെറും സഹോദരിമാരാ. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കാണുവാൻ ഭാഗ്യം ലഭിച്ചത് മഗ്ദലക്കാരത്തി മറിയയുടെ പഴയ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്കറിയാം. അവൾക്ക് പറയുവാൻ എന്തുണ്ട് അവളുടെ ജീവിതത്തിൽ? ലോകം നിന്ദിച്ചവളാ, ലോകം പരിഹസിച്ചവളാ, കൂടെയുള്ളവർ തള്ളിക്കളഞ്ഞവളാ, കുടുംബക്കാർ ഒറ്റപ്പെടുത്തിയതാ, കൂട്ടുകാർ ഒറ്റപ്പെടുത്തിയതാ, സമൂഹം ഒറ്റപ്പെടുത്തിയതാ. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം അവളെ രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. നിത്യതയ്ക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ തൻ്റെ പുത്രൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കാണുവാൻ തക്കവണ്ണം ആ സ്ത്രീയെ ദൈവം വേർതിരിച്ചു. ഹല്ലേലൂയ. ഇവിടെ ആരും ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് സ്വയം കരുതരുത് ദൈവമക്കളെ. നിങ്ങൾ അപ്പോസ്തലരായിരിക്കത്തില്ല, നിങ്ങൾ പ്രീച്ചേഴ്സ് ആയിരിക്കത്തില്ല, നിങ്ങൾ പ്രെയർ വാറിയേഴ്സ് ആയിരിക്കത്തില്ല. നിങ്ങൾ വെറും സാധാരണക്കാരാ. പക്ഷേ മറ്റാർക്കും ലഭിക്കാത്ത ആത്മീയ അനുഗ്രഹങ്ങളും ആത്മീയ ദർശനങ്ങളും സ്വർഗം നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം പ്രസാദിച്ചേക്കാം. നമ്മൾ വിശ്വസ്തയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കഴിഞ്ഞാൽ. ഇവിടെ നോക്കിയാൽ മറ്റു ശിഷ്യന്മാർ എങ്ങോട്ടോ ഓടിയെന്നറിയാമോ? നമുക്കറിയാം, കർത്താവിനോടുകൂടെ ഗദസമന തോട്ടത്തിലേക്ക് 3 പേരെ കൊണ്ടുപോയി. ആരാ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ശിഷ്യന്മാരിൽ പ്രധാനികളാ അവരല്ലേ. കർത്താവിനോട് സകല കഷ്ടതയിലും കൂടെ നിന്നവരവര് അല്ലേ. എന്നാൽ എന്തോ പറ്റിയെന്നറിയാമോ? ആ താഴേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് വന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഈ 3 ശിഷ്യന്മാരും ഉറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3 ശിഷ്യന്മാരും കർത്താവിൻ്റെ സന്നിധിയിൽ അവർ ഉറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവ് എന്തിനാണ് അവരെ കൊണ്ടുപോയത്? ഗദസമന തോട്ടത്തിലേക്ക് കർത്താവ് എന്തിനാ പോയത്?
അവിടുന്ന് നിലവിളിക്കുന്നതാണ്. കർത്താവ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, തന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമാണ്. അല്ലാതെ താൻ പ്രാർത്ഥിക്കുന്നത് ദൂരെ നിന്ന് കാണാൻ തക്കവണ്ണമല്ല, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ തക്കവണ്ണമല്ല, കർത്താവ് പ്രാർത്ഥിക്കുന്ന രീതിയെ മനസ്സിലാക്കുവാനല്ല. പിന്നെയോ തന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുപോയത്. പക്ഷെ എന്താ പറ്റിയത്? അവർ 3 പേരും കൂടെ അവിടെ നിന്ന് ഉറങ്ങാൻ തുടങ്ങി, അല്ലേ? 40-ാമത്തെ വാക്യത്തിൽ 26-40 നോക്കിയേ, 36 വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കുകയാണ്. മാത്യു 26:36 ഓൺവേർഡ്സ്. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്നു ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിക്കുവിരെന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കുവിനെന്ന് പറഞ്ഞു. എന്നോടുകൂടെ ഉണർന്നിരുന്ന് ജാഗരിക്കണം, എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട് എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. കർത്താവ് കടന്നു പോകുന്ന അതേ പരീക്ഷയിലൂടെ ഇവരും കടന്നു പോകേണ്ടവരാണ്, മറന്നു പോകരുത്. കർത്താവ് ഇവരോട് പറയുകയാണ്, നിങ്ങളെ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്ന് എന്തിനെന്നറിയാമോ? നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പരീക്ഷകളെ ജയിക്കണമെങ്കിൽ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അതാ പറഞ്ഞത്. ഒരു നാഴിക പോലും ഇതൊക്കെ വായിക്കുന്നുണ്ട്, ഞാൻ ശരിക്കും ചിന്തിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായിട്ടാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്, ഒരു മറവുമില്ലാതെ. ഇത്ര ശ്രേഷ്ഠരായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ പെന്തിക്കോസ്ത് നാളിന് മുമ്പ് അവരുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളായി കാണിക്കുന്നത്. നമ്മെക്കാൾ ബലഹീനരായിരുന്നു അവര്. യേശു കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ പോവുകയെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം കർത്താവ് അവരോട് പറഞ്ഞു 26-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ. അന്നേരം പത്രോസ് പറഞ്ഞത്, ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളിപ്പറയത്തില്ലെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ കർത്താവ് അതിദുഃഖത്തോടെ കരയുന്നത് കാണാൻ പറ്റും. ഒരു നാഴിക, ഒരു മണിക്കൂർ എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമോ? പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകും. അതുപോലെ മരുഭൂമിയിൽ വെച്ച ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ദൈവജനമാകുന്ന ഇസ്രായേൽ ദൈവത്തെ പരീക്ഷിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല, നമ്മളായിരുന്നെങ്കിൽ വിശ്വസിച്ചേനെന്ന് നമ്മൾ പറയും. അത് പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് കൃപായുഗത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്താത്തത് കൊണ്ടാണ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്കത് പറയുവാൻ കഴിയുന്നത്. അവിടെ നമുക്ക് ഗ്ലോറി ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ അങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ അല്ലാതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൽ വസിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? അതേ അധ്യായത്തിൽ അവസാനത്തിലേക്ക് വരുമ്പോൾ 2 അപകടം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പിറ്റേ ദിവസം എന്തുപറ്റി? കർത്താവിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഒരു കൂട്ടം വന്നപ്പോൾ പത്രോസ് എന്ത് ചെയ്തു വെച്ചാൽ കയ്യിലുള്ള വാളെടുത്തിട്ട് മൽക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചെവി മുറിച്ച് കളഞ്ഞു. ചെവിക്ക് വെട്ടി. ചെവിക്കല്ല പുള്ളി വെട്ടിയത്, കഴുത്തിനാണ് വെട്ടിയത്. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, നമ്മളാരും ചിന്തിക്കരുത്, പുള്ളിയുടെ ചെവി പേടിപ്പിച്ചതല്ല, കഴുത്തിന് വെട്ടിയതാ. കർത്താവിൻ്റെ കരുണ കൊണ്ട് അവൻ്റെ കഴുത്തിന് കൊണ്ടില്ല, ചെവിക്കാണ് കൊണ്ടത്. അത് ആരുടെ സ്വഭാവമാണ് കാണിച്ചത്? യേശുവിൻ്റെ ശിഷ്യൻ്റെ സ്വഭാവമാണ് അത് കാണിച്ചത്. ഒരൊറ്റ നിമിഷം താൻ ആരാന്നുള്ളത് അവൻ മറന്നുപോയി. സഹോദര സഹോദരി, ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒരൊറ്റ നിമിഷം കൊണ്ട് താൻ ആരാന്നുള്ളത് നമ്മൾ മറന്നു പോകും. ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, കൂടെ ജോലി ചെയ്യുന്നവരോട് സംസാരിക്കുമ്പോൾ, കൂട്ടു സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ, സഭയുടെ ശുശ്രൂഷകരോട് സംസാരിക്കുമ്പോൾ, ഒറ്റ നിമിഷം നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ വായിൽ നിന്ന് ചെറുത് പുറത്ത് വീഴും. അത് ഈ വാളിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ്. വാൾ കൊണ്ട് ചെവി മാത്രമേ മുറിഞ്ഞുള്ളൂ, പക്ഷേ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഹൃദയം മുറിഞ്ഞു പോകും, ആത്മാവ് മുറിഞ്ഞു പോകും. നമ്മൾ മറന്നു പോകരുത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കാത്തതാ കാരണം. പത്രോസിനത് പറ്റിയതിൻ്റെ കാരണം കർത്താവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് അവൻ ഉറങ്ങിയിരുന്നു. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആത്മാവ് ഒരുക്കമുള്ളതോ, എന്നിട്ട് ജഡം ബലഹീനമാണെന്ന് കർത്താവ് പറഞ്ഞു. പക്ഷെ അത് കേൾക്കുവാൻ കഴിഞ്ഞില്ല. പിന്നെ 2 പ്രാവശ്യം കർത്താവ് വന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. സഹോദര സഹോദരി, ഹല്ലേലൂയ, നിന്റെ ശക്തി നിനക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്.
നിന്റെ ജഡത്തിന്റെ ബലഹീനതകളെ അതിജീവിച്ച് ആത്മാവിൽ ശക്തി പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ, ദൈവഹിതപ്രകാരം ചിന്തിക്കണമെങ്കിൽ, ദൈവത്തിന്റെ വഴിയിൽ ചരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ആലോചനകളെ കേട്ട് അനുസരിക്കണമെങ്കിൽ ദൈവിക ശക്തി പ്രാപിച്ചേ മതിയാകും. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്കതിന് അതിന് കഴിയത്തുള്ളൂ. ഒന്ന്, അവൻ ചെവി മുറിച്ചു കളഞ്ഞു. കഴുത്തിന് വെട്ടിയ വെട്ട് ചെവിക്ക് കൊണ്ടു. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? തൊട്ടടുത്ത് എഴുതിയിരിക്കുന്നു, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അതേ രാത്രിയിൽ. ഞാൻ കർത്താവിനെ അറിയുന്നു, ഞാൻ അവനെ അറിയുന്നില്ല. ആദ്യം പറഞ്ഞു, നീ പറയുന്നത് എന്താ? വാട്ട് ആർ യു ടോക്കിംഗ് ഗേൾ? വാട്ട് ആർ യു ടോക്കിംഗ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ്. ഡു യു മീൻ മീ? ഞാൻ തന്നെയാണോ നീ ഉദ്ദേശിക്കുന്നത്? അതോ പുറകിലുള്ള ആരോടെങ്കിലും വന്നോ പറഞ്ഞു? അല്ല. പെണ്ണ് പറഞ്ഞു, നിന്നോടാ പറഞ്ഞു, നീ ഗലീലക്കാരന്, നീ യേശുവിൽ. നോ 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 നോ, ഞാനില്ല. മേ ബി യു ആർ മിസ്റ്റേക്കൺ. അത് കഴിഞ്ഞ് ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്നാണ്. താഴേക്ക് വായിച്ചു വരുമ്പോൾ 26 അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വായിക്കാം. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായത്തിലും അതേ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. സഹോദര സഹോദരി, ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? ടെംപ്റ്റേഷൻ കടന്നു വരുമ്പോൾ നിനക്കും എനിക്ക് നിൽക്കുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. നമുക്കാകെയുള്ള പ്രാർത്ഥനാ സമയം സഭായോഗത്തിന് വരുമ്പോഴുള്ള സമയമേ ഉള്ളൂ. അതും പ്രാർത്ഥനയൊന്നുമല്ല. കണ്ണടച്ച് നിൽക്കാൻ ലോകം, ചിന്തയൊക്കെ വേറെ എവിടെയോ. ശരീരം അവിടെയുണ്ട്, ആത്മാവും ദേഹിയൊന്നും അവിടെ ഇല്ല. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയുവാൻ പറ്റും, ഇന്നത്തെ പകൽക്കാലം കർത്താവ് തന്ന സമയത്ത് ഞാൻ ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ ഇരുന്നു വന്ന്? അങ്ങനെ ഇരുന്നില്ലെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ദൈവകൃപ പ്രാപിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? സഹോദര സഹോദരി, പരീക്ഷകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീയും ഞാനും തോറ്റുപോകും. അതാ കർത്താവ് പറഞ്ഞത് പത്രോസിനോട്. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിന്റെ ആത്മാവ് ഒരുക്കമുള്ളത്, നിന്റെ ആത്മാവിൽ ആഗ്രഹമുണ്ട് എൻ്റെ ശിഷ്യനായി തീരാൻ. നിന്റെ ആത്മാവിൽ ആഗ്രഹമുണ്ട് കർത്താവിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ. ആത്മാവിൽ ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി തീരുവാൻ. ആത്മാവിൽ ആഗ്രഹമുണ്ട് കർത്താവിന്റെ വേല ചെയ്യാൻ. പക്ഷെ നിന്റെ ജഡത്തിൽ ബലഹീനതകളുണ്ട്. ആ ജഡത്തെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കണം. പത്രോസിന്റെ ആത്മാവിന്റെ ആഗ്രഹവുമായിരുന്നു. കർത്താവ് പറഞ്ഞില്ലയോ, നാളെ കോഴി കൂമ്പുമ്പോൾ നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസാ പറഞ്ഞത് അല്ലേ? കർത്താവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും എങ്കിലും ഇടറിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എന്തോ പറഞ്ഞത്? ആരെല്ലാം ഇടറിയാലും ഞാൻ നിങ്ങൾക്ക് ഇടറത്തില്ല. അത് ആരുടെ കാര്യമാണ് പറഞ്ഞത്? അവൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്. പക്ഷേ ജഡം സമ്മതിച്ചോ? ഇല്ല. ഒന്നാമത്തെ കാര്യം ജഡം ഉറങ്ങി. രണ്ടാമത്തെ കാര്യം ജഡം പ്രതികരിച്ചു. സഹോദര സഹോദരി, നമ്മൾ മറന്നു പോകരുത്. സഹോദരനിൽ നിന്ന് നമ്മളെ മാറ്റുന്നത് നമ്മുടെ ജഡമാണ്. സഹോദരങ്ങളിൽ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് നമ്മുടെ ജഡമാണ്. നമ്മുടെ ചില ഇഷ്ടങ്ങൾ, നമ്മുടെ ചില രീതികൾ, നമ്മുടെ ചില ശൈലികൾ, നമ്മുടെ ചില മുൻവിധികൾ, നമ്മുടെ ചില ചിന്തകൾ, നമ്മുടെ ചില ദർശനങ്ങൾ, ഇതൊക്കെയാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ നമ്മളെ മാറ്റുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ കർത്താവ് നമ്മുടെ ഹൃദയം തുറന്നു കഴിയുമ്പോൾ, കർത്താവ് നമ്മുടെ കണ്ണ് തുറന്നു കഴിയുമ്പോൾ, കർത്താവിൻ്റെ വചനം അവിടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി തരുമ്പോൾ, ഇറക്കി അങ്ങോട്ട് തന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതം ഇത്രയ്ക്കിത്രയേ ഉള്ളെന്ന്. അവിടെയാണ് ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് ഐ കുഡ് ബി റോങ്. എല്ലാ ഹസ്ബൻഡും വൈഫ്സും ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത് ഭാര്യ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ ഈ പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല, ഐ ക്യാൻ ബി റോങ്. ഭർത്താവ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ ഈ പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല, ഐ ക്യാൻ ബി റോങ്. സഭയിലുള്ള ഓരോ സഹോദരന്മാരും അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷകരും ചിന്തിച്ചാൽ മതി, ഞാൻ ഈ പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല, ഐ ക്യാൻ ബി റോങ്. അങ്ങനൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നമ്മൾ ആരോടും ആർഗ്യൂ ചെയ്യാൻ പോകത്തില്ല. നമ്മൾ എങ്ങും നമ്മൾ വലുതാണെന്ന് പ്രൂവ് ചെയ്യാൻ പോകത്തില്ല. നമ്മൾ ആരുടെയും മുമ്പിൽ ഞാനാണ് വലിയവനെന്ന് കാണിക്കാൻ പോകത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുണ്ടാകും. അഥവാ മറ്റുള്ളവർ തെറ്റാണെങ്കിൽ പോലും അവർ തെറ്റാണെന്ന് പറഞ്ഞ് വാദിക്കാൻ നിൽക്കത്തില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് കൂടെ നമുക്കറിയാം, അപ്പോസ്തലന്മാർ 3.5 വർഷം കർത്താവിൻ്റെ കൂടെ ജീവിച്ചില്ലേ? ഈ 3.5 വർഷം അവർ കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ അവർ പറഞ്ഞതൊക്കെ സ്വർഗത്തിലെ കാര്യങ്ങളായിരിക്കുമോ പറഞ്ഞത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ കർത്താവിൻ്റെ കൂടെ ഈ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ നടക്കുകയാണ്. അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ തന്നെ നടക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? when all the disciples were walking with Jesus, were they all singing psalms and prayers? No, they were ordinary people. അതിനകത്ത് മണ്ടത്തരങ്ങളൊക്കെ പറയും. ഈ കയ്യിലിരിപ്പും കൊണ്ടുള്ള പത്രോസും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ പറയും. പക്ഷെ കർത്താവ് എന്തെങ്കിലും പറയുമോ? അത് കർത്താവിനറിയാം ഇവർ പറയുന്നതൊക്കെ തെറ്റാന്ന്. പക്ഷെ കർത്താവ് ഇവിടെ ആർഗ്യൂ ചെയ്യാനൊന്നും പോകുന്നില്ല.
ഇത് തന്നെയാണ് പീലാത്തോസിന് മുമ്പിൽ വെച്ച് കണ്ടത്. പീലാത്തോസ് എന്തെല്ലാം പറഞ്ഞു, പക്ഷെ കർത്താവോട് മിണ്ടാതെ നിന്നെന്നാണ് വചനത്തിൽ പറഞ്ഞത്. അവനോ മിണ്ടാതെ നിന്നെന്ന. ഹി ഹെൽഡ് ഹിസ് പീസ്, ഹി ഡിഡ്ന്റ് ഓപ്പൺ ഹിസ് മൗത്ത്. സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? ഈ ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നമ്മൾ ആർഗ്യുമെൻറ്റിനൊന്നും പോകുന്നില്ല. വി സെറ്റ് വാട്ട് എവർ വി ഫെൽറ്റ്. നമുക്ക് തോന്നിയ കാര്യം, നമുക്ക് ശരിയെന്ന് തോന്നിയ കാര്യം നമ്മൾ പറഞ്ഞു. അതൊരാൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിൽ ലീവ് ദം അലോൺ. അതാ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ്, കഴിഞ്ഞ ചില വർഷങ്ങളിൽ കർത്താവ് എന്നെ പഠിപ്പിച്ചത് അതാ. നെവർ ഗോ ഇൻ ടു ആൻ ആർഗ്യുമെൻറ്റ്, നെവർ ആർഗ്യൂ വിത്ത് അതർ പീപ്പിൾ, ജസ്റ്റ് ലീവ് ദം അലോൺ. You tell your point, you tell your opinion to them. If they don't want to take it, leave them alone. അവരുമായിട്ട് ശത്രുതയ്ക്കോ അവരുമായിട്ട് ഡിസഗ്രിമെൻസിനോ ആർഗ്യുമെൻസിനോ നമ്മൾ പോകണ്ട. ഇവിടെ നമ്മുടെ കർത്താവ് കാണിച്ചു തരുന്ന വഴിയത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മനസ്സിലാകുന്ന നോക്കിയോ, ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പത്രോസിനോടാണ് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ. കാരണം കർത്താവിനറിയാം മറ്റുള്ളവരെല്ലാം വീഴാൻ പോകുന്നത് ഈ പത്രോസാണ് വീഴാൻ പോകുന്നത്. പത്രോസിനെ ലീഡിങ്ങിന് വേണ്ടി വിളിച്ചത് കർത്താവ് അല്ലേ? അവരെ ലീഡ് ചെയ്യുവാൻ്റെ കോണം വിളിച്ചത് പത്രോസിനെയാണ്. ലീഡർ വീണ് പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വീഴും. അതിപ്പോൾ നമുക്ക് കാണാം അടുത്തൊരു വാക്യത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ വാച്ച് ആൻഡ് പ്രേ കർത്താവ് പറഞ്ഞു, പക്ഷേ ഹി ഡിഡ്ന്റ് ഒബേ ഇറ്റ്. ഹി ടുക്ക് ഇറ്റ് ലൈറ്റ്ലി. അതിനെ ലാഘവത്തോടെടുത്തു. ലാഘവത്തോടെടുത്തു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇവിടെ നോക്കിയാൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ശിഷ്യന്മാരെല്ലാവരും ഭയപ്പെട്ട്, എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, താഴേക്ക് വായിച്ചു വരുന്നുണ്ടെങ്കിൽ കർത്താവ് വരുന്ന സമയത്ത് ചിലർ, തോമാസ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ 12 പേരുമില്ല, ഒരുത്തൻ പോയി. ആരായിരുന്നാ പോയ ആൾ? ജൂദാസ്, പുള്ളിക്കാരൻ പോയി. ബാക്കി 11 പേരുണ്ട്. ഈ 11 പേരെല്ലാവരും കൂടി അല്ലേ ഇരിക്കുന്നത്. ഈ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് പലയിടത്തൊക്കെയായിരുന്നത്. അതിനകത്ത് ചിലരൊക്കെ ഒന്നിച്ചു കൂടി പേടിച്ചിരിക്കുക. 20-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവർ ഭയപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. കർത്താവ് വന്നു വിലാപ്പുറമൊക്കെ അവരെ കാണിക്കുന്നുണ്ട്. കർത്താവിനെ കണ്ടവർ ഭയപ്പെട്ടെന്ന്, വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്നുള്ളത്. മനസ്സിലാക്കണമേ, കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. നമ്മളിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും കർത്താവിന് രണ്ടാമത് വരുമെന്നുള്ളത്? എത്ര വിശ്വാസികൾക്ക് വിശ്വസിക്കുവാൻ കഴിയും ഈ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്? ഞാൻ പേഴ്സൻറ്റേജ് ഒന്നും പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, വലിയൊരു ശതമാനം വിശ്വസിക്കുന്നില്ലെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം സഭയെന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺഗ്രിഗേഷൻ, ദാറ്റ്സ് ഇറ്റ്. എന്തിനാ പിള്ളേരുടെ കല്യാണം കഴിപ്പിക്കണം? എന്താ ഒരു സെറ്റപ്പ് വേണ്ട? ഒരു സോഷ്യൽ ഗ്യാതറിങ്, ഒരു കമ്മ്യൂണിറ്റി സെറ്റപ്പ്, ഒരു സൊസൈറ്റി. അതുമാത്രമാണ് അനേകർക്ക് സഭ കർത്താവിൻ്റെ ശരീരമാണെന്നൊക്കെ പറഞ്ഞാൽ പലരും തല ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്. എന്ത് ഈ പുള്ളിക്കാരൻ പറയുന്നത്? ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സഭ മാറിക്കൊണ്ടിരിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുന്നില്ല. ദൈവഭയം ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഒരു ദിവസം കേട്ടതുപോലെ മാമോൻ നയിക്കുന്ന സഭകൾ മാറിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അതിൻ്റെ മധ്യത്തിലാണ് നമ്മളുള്ളതെന്ന് ഓർക്കണം. അതിൻ്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളതെന്ന് ഓർക്കണം. ദൈവത്തെ ഭയപ്പെടുന്നവരായി, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കാൻ. ഇവിടെ നോക്കിയ ശിഷ്യന്മാർക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ കർത്താവ് അവിടെ കടന്നു വന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അവരെ കയ്യും വിലാപ്പുറം. നിങ്ങൾ 19 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. യോഹന്നാൻ 20-19 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി. പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ച് കേൾക്കണമേ, ഞാനൊരു വലിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വരുന്നത്. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം എന്തോ പറ്റിയെന്ന് നോക്കണം. അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതി, അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അതോറിറ്റി അവർക്ക് കൊടുത്തു, അതുവരെ ഇല്ലാതിരുന്നത്. അവർ വീണ്ടും ജനനം പ്രാപിച്ചു. They are born again now because they received the spirit of God inside them. ആരാ ഊതിയത്? സാധാരണക്കാരനായ മനുഷ്യരിൽ ഊതിയത് സർവശക്തനായ കർത്താവ് അവരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കാൻ.
Now you got the authority. ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ കെട്ടുന്നുവോ നിർത്തുന്നുവോ അവർക്ക് നിർത്തപ്പെട്ടിരിക്കും. ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആ കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, they were not all there. അതാ എൻ്റെ പോയിന്റ്, they were not all there. പിന്നെ തോമസ് വന്നപ്പോഴത്തേക്ക് ശിഷ്യന്മാർ പറഞ്ഞു, നീ ഇവിടെ ഇല്ലാതിരുന്നത് യു റിയലി മിസ്ഡ് ഇറ്റ്. നമ്മുടെ കർത്താവ് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയി. തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല. നോക്കിയേ, ഇതാണ് കുഴപ്പം. ഞാൻ വിശ്വസിക്കത്തില്ല, കർത്താവ് വന്നെന്ന്. ചുമ്മാ അബദ്ധമൊന്നും പറയാതെ പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ മേൽ ഊതി തോമസേ, നീ വിശ്വസിക്ക, ഞങ്ങളുടെ മേൽ ഊതി. അവൻ്റെ ആണിപ്പാടുള്ള കരം കാണിച്ചു, വിലാപ്പുറം ഞങ്ങളെ കാണിച്ചു. തോമസ് പറഞ്ഞു, നോ വേ, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണണം അവൻ്റെ കയ്യിലെ മുറിവ്. അതുപോലെ എൻ്റെ വിരലുകൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത്, അവൻ്റെ നെഞ്ചത്ത്, അവൻ്റെ റിബ്സിൻ്റെ അവിടെ ഒന്ന് തപ്പി നോക്കണം. അപ്പോൾ എനിക്കറിയാമല്ലോ, പണ്ട് അവൻ കുന്തം കൊണ്ട് കുത്തിയ പാട് അവിടെ ഉണ്ടോയെന്ന് ഞാൻ തപ്പി നോക്കും. ഇത് രണ്ടും സംഭവിച്ചാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഈ തോമസാണ് കർത്താവിന് വേണ്ടി യെരുശലേം വിട്ട്, പാലസ്തീൻ വിട്ട് ഇന്ത്യയിൽ എത്തിയിട്ട് കർത്താവിന് വേണ്ടി കുത്തുകൊണ്ട് മരിച്ചത്. എന്തൊരു ചേഞ്ചാണ് ഉണ്ടാക്കിയത് കർത്താവ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ പലരും 30 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ അതിനേക്കാൾ താഴത്തെ അവസ്ഥയിൽ ഇന്നായതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവരെ രൂപാന്തരപ്പെടുത്തി ആത്മാവിൻ്റെ ശക്തിയെ പ്രാപിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ്. കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളിങ്ങനെ ആയിരിക്കില്ല. ഇവിടെ നോക്കിയാൽ തോമസ് ഇല്ലായിരുന്നു. തോമസ് വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയത്? തോമസ് എന്താ പറഞ്ഞത്? എന്നാൽ യേശു വന്നപ്പോൾ 12 പേരിൽ ഒരുവനായി ദിദിമോസ് എന്ന തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം വന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? തോമസിന് വേണ്ടിയാണ്. മുമ്പേ ചിന്തിച്ച് ക്ലിയോപ്പാവിനെയും മറ്റേ ശിഷ്യനെയും അന്വേഷിച്ച് എമ്മവൂസിന്റെ വഴിയിൽ പോയ കർത്താവ് ഇവിടെ ഇതാ തോമസിനെ അന്വേഷിച്ച് കടന്നു വന്നു. കർത്താവിന് വേണം. ഞാൻ കർത്താവിൻ്റെ സ്ഥാനത്തായിരുന്നു ഒരിക്കൽ ചിന്തിച്ചതിനും അവന് മനസ്സുണ്ടെ വിശ്വസിച്ചാൽ മതിയെന്ന്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കോണം, തോമസ് കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തോമസിനെ റിസ്റ്റോർ ചെയ്യേണ്ടത്, തോമസിനെ ഉറപ്പിച്ചേ പറ്റൂ കർത്താവിന്. ഇവിടെ വന്നിട്ട് പറയുകയാണ്, തോമാസിനോട് പറയാം, പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമാസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. വാട്ട് എ കൺഫെഷൻ ഇറ്റ് ഈസ്. അവൻ അവിടെ ആ മുറിക്കുള്ളിൽ പറഞ്ഞത് കർത്താവ് കേട്ടു. അവനെ വന്ന് ഉറപ്പിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ഇത്രയും കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, കർത്താവിനെ മുഖത്തോട് മുഖം കണ്ടു, കർത്താവ് വരെ ഉറപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 21-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് നോക്കിക്കേ. 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു, പടവ് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയി. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. വി മേ റോൾ അവർ ഐസ്. നമ്മൾ വിചാരിക്കും, വാട്ട് ഈസ് ദിസ് പീപ്പിൾ ഡൂയിങ്? തലേ രാത്രിയിൽ കർത്താവ് ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവ് പരിശുദ്ധാത്മാവിനെ ഊതി, അവർ ബലം പ്രാപിച്ചു. കർത്താവിൻ്റെ വിലാപ്പുറം അവർ കണ്ടു. കർത്താവ് അടച്ചിട്ട വാതിലിനകത്തൂടെ കടന്നു വരുന്നത് അവർ കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് പിറ്റേ ദിവസം പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നത്. എന്തിനാ? മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മീൻ വറുത്ത് കഴിക്കുക. അതിനല്ല പോകുന്നത്, പഴയ തൊഴിലിലേക്ക് പോകാമെന്നാണ് പറഞ്ഞ എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പത്രോസ് ചിന്തിക്കുകയാണ്, ഞാനൊരു തോറ്റ മനുഷ്യനാ, കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാ, ഒരു പെണ്ണിൻ്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞവനാ, ഒരു ശിഷ്യനായിരിക്കാനുള്ള യോഗ്യത എൻ്റെ നഷ്ടപ്പെട്ടു പോയി. അവൻ ഒരുമാത്രം ഒത്തിരി വേദനിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ പണി പറ്റുന്നതല്ല, അപ്പോസ്തലനാകാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ പോവാന്ന് പറഞ്ഞു. നോക്കിയാൽ ലീഡർ പോയ സമയത്ത് കൂടെ ഉള്ളവർ പറഞ്ഞെന്തോ, ഞങ്ങളും വരാം. ഇതെപ്പോഴും നമ്മൾ ചിന്തിക്കണം. ദൈവസഭയുടെ മധ്യത്തിൽ ഡിസ്കറേജ്മെൻറ്റ് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന വ്യക്തികളുടെ കൂടെ ഉള്ള നിങ്ങളുടെ കൂട്ടായ്മകളെ നിർത്തണം. ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങളെ അകറ്റി ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളുടെ അടുത്ത് നിങ്ങൾ കൂട്ടായ്മ കൂടരുത്. അവൻ പെന്തിക്കോസുകാരനായാലും ശരി, കറതീർന്ന വിശ്വാസിയാണെന്ന് പറയുന്നവനായാലും ശരി, ദൈവസന്നിധിയിൽ നിന്നെ അകറ്റുന്നവനാണെങ്കിൽ, ലോകമോഹത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നവനാണെങ്കിൽ, രാഷ്ട്രീയത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നവനാണെങ്കിൽ, അവനോടുള്ള സംസർഗം വിട്.
എന്ന് പറഞ്ഞവനെ ദേഷിപ്പിക്കുവാനോ അവനെ വെറുക്കാനോ ശത്രുവാക്കാൻ ഒന്നും പോകണ്ട. പക്ഷേ യു കീപ് യുവേഴ്സെൽഫ് ഫ്രം ഹിം ഓർ ഫ്രം ഹർ. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിമാരാണെങ്കിൽ ഒരല്പം അകലം നിങ്ങൾ കാണിക്കണം അവരോട്, അല്ലെങ്കിൽ നിങ്ങളും അവരുടെ കൂട്ടത്തിലായിപ്പോകും. ഇവിടെ പത്രോസിന്റെ കഥ പഠിപ്പിക്കുന്നത് അതാണ്. അനേക സഭകളിൽ ഡിവിഷൻ ഉണ്ടാകുന്ന അങ്ങനെ ഡിവൈഡിങ് സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തി വന്ന് മറ്റുള്ളവരെ കൂടെ അവരുടെ കൂടെ ചേർത്തിട്ട് സഭയെ 2, 3, 4, 5 ആക്കും. അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും. സഹോദര സഹോദരി, കർത്താവിന്റെ സന്നിധിയിൽ നിന്നെ മാറ്റുന്നതായിട്ടുള്ളത് എന്തെങ്കിലും, അത് എത്ര വലിയ വ്യക്തിയായാലും ശരി, എത്ര പേരുള്ള വ്യക്തിയായാലും ശരി, എത്ര പ്രൊമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയാലും ശരി, ഇഫ് യു ഫിയർ ഗാഡ്, കീപ് യുവർസെൽഫ് സെക്യൂർഡ്. ഹല്ലേലൂയ. നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നിന്നെ മാറ്റുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണമേ. ഇവിടെ പത്രോസ് പോയില്ലായിരുന്നെങ്കിൽ കൂടുള്ളവരും പോകത്തില്ല. അവർക്ക് ആഗ്രഹം കൊണ്ട് പോകണമെന്ന്, പക്ഷെ പോകത്തില്ല. ആരാണ് ആദ്യം ഇറങ്ങുന്നത്? ഹൂ ബെൽസ് എ ക്യാറ്റ്? ആരാണ് ആദ്യം ഇറങ്ങുന്നത്? ആളുടെ കൂടെ ഇറങ്ങും. സഹോദര സഹോദരി, അനേകർ ഡിസ്കറേജ് ആകുന്നതിൻ്റെ കാരണം ഡിസ്കറേജ്മെൻ്റ് ഉള്ള പ്രീച്ചിങ് കേൾക്കുന്നിടത്താണ്. അനേകർ ലോകത്തെ സ്നേഹിക്കുവാൻ കാരണം ലോകത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ്. നിന്റെ ഹൃദയം ചാഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിന് നീ വഴി തുറന്നു കൊടുക്കുന്നത് കൊണ്ട്, അതിന് വാതിൽ തുറന്നു കൊടുക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നോക്കിയേ, പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവരും പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പക്ഷെ അവരെ അന്വേഷിച്ചും കർത്താവ് ചെന്നു. എമ്മൗസിൻ്റെ വഴിയിൽ വെച്ച് അവരെ അന്വേഷിച്ചു ചെന്നു. തോമാസിന് വേണ്ടി ആ മുറിയിലെത്തി. ഇതാ തന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന പത്രോസിനെയും കൂടെയുള്ള ശിഷ്യന്മാരെയും തേടി കടലിലും കർത്താവ് ചെന്നു. ഇങ്ങനെ കൊണ്ടുവന്ന അവരെ ഒരുമിച്ച് കൊണ്ടിരുന്നത് കർത്താവ്. അമേസിങ്. നമ്മളോട് എത്ര പേരോട് കഴിഞ്ഞ നാളുകളിൽ കർത്താവ് സംസാരിച്ച ഇങ്ങനൊരു പരുവത്തിൽ നമ്മളെ ഒന്നിച്ചിരുത്തിയേക്കുന്ന കസേരകളിൽ അല്ലേ? ഇങ്ങനെയായിരുന്നോ നമ്മൾ പണ്ട്? നമ്മുടെ പഴയ സ്വഭാവങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊക്കെ ആരായിരുന്നെന്ന്. അവിടെയൊക്കെയും കർത്താവ് നമ്മളോട് സംസാരിച്ചു. നമ്മുടെ കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തി. അവിടെ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു. നമ്മുടെ ഹോളോനെസ്, എംപ്റ്റിനെസ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കി 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 കുറഞ്ഞ പക്ഷം ഈ പരുവത്തിലെങ്കിലും ആക്കി കർത്താവ്. ഹല്ലേലൂയ. ഈ പരുവത്തിലായതുകൊണ്ട് ബലം കിട്ടിയെന്നില്ല. ബലം കിട്ടണമെങ്കിൽ വീണ്ടും ഒരു അനുഭവം ഉണ്ടാവണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അഭിഷേകം പ്രാപിക്കണം. അത് പെന്തിക്കോസ്ത് നാളിലേക്ക് കടന്നു വരുമ്പോഴത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ പത്രോസിനെയും ഞാൻ ആ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല, സമയം തീർന്നത് കൊണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു രാത്രി മുഴുവനും അവർ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്നാ. അവരൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി അല്ല പോയത് കടലിൽ, അല്ലേ? അവരോട് പറയുന്നത് നോക്കിയേ, അവർക്കറിയാമെന്ന സ്ഥലമാണ്. അവർക്ക് മീൻ പിടിക്കാൻ നന്നായിട്ടറിയാം, വലയെറിയുവാൻ നന്നായിട്ടറിയാം, എവിടെ മീനുണ്ടെന്നുള്ളത് അവർക്കറിയാം. നന്നായിട്ട് അവരുടെ ജീവിതകാലം മുഴുവനും ചെലവഴിച്ച തൊഴിലാണത്. എല്ലാം അവർക്കറിയാം. പക്ഷെ അവർ കടന്നുപോയത് എന്താണെന്നറിയാമോ? കർത്താവിനെ കൂടാതെ കടന്നുപോയത്. കർത്താവ് നിന്നെ വിളിച്ച് വിളി വിട്ട് നീ നിന്റെ വഴിയിലേക്ക് പോയാൽ നിന്റെ ജീവിതം എപ്പോഴും തോൽവി തന്നെയായിരിക്കും. എൻ്റെ ജീവിതത്തിൽ അനേകരുടെ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കർത്താവ് നിന്നെ തൻ്റെ വേലയ്ക്ക് വിളിച്ചിട്ട് ആ വേല വെയ്യാന്നും പറഞ്ഞുകൊണ്ട് നീ നിന്റെ വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ജയം പ്രാപിക്കാൻ പറ്റത്തില്ല. ഇവിടെ നോക്കിയേ, ഒരുപക്ഷെ പത്രോസിന് മീൻ പിടിക്കാൻ അറിയത്തില്ലെങ്കിൽ കൂടെ പോലുള്ളവർക്കും മീൻ പിടിക്കാൻ അറിയത്തില്ലേ? എല്ലാവരും മുക്കുവരാണ്. പക്ഷേ ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. നമുക്കറിയാം കർത്താവ് കരയ്ക്ക് അവരെ കാത്തു നിൽക്കുന്നതും. കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പിടിച്ച മീൻ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ അവരുടെ ഉണ്ടോ കൊടുക്കാൻ? ഇല്ല. കർത്താവിനെ കൂടാതെയുള്ള അധ്വാനമെല്ലാം വൃഥാവില്ല. കർത്താവിനെ കൂടാതെയുള്ള അധ്വാനമൊക്കെയും വ്യർത്ഥമാണ്. സഹോദര സഹോദരി, അനേകരുടെ ജീവിതം ദൈവമക്കളായിട്ടും വാഗ്ദത്തങ്ങൾ ഉണ്ടായിട്ടും ദൈവകൃപ പ്രാപിച്ചിട്ടും അനേകരുടെ ജീവിതം തോൽവിയാകുന്നതിൻ്റെ കാരണം, ഞാൻ ദൈവമക്കളെക്കുറിച്ചാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് വിളിച്ച വിളിയിൽ നീ പലപ്പോഴും അനുസരണ കാണിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് വിളിച്ചിരിക്കുന്ന വിളിയിൽ അനുസരണ കാണിക്കാത്തത് കൊണ്ടാണ്. കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ്റെ കൊണ്ട് നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് മറ്റു പലയിടത്തും നമ്മൾ തോറ്റു പോകുന്നത്. കാരണം കർത്താവ് കൂടെ ഇല്ല. അവിടുത്തെ അപ്രൂവൽ കൂടെയില്ല. കർത്താവ് തള്ളിക്കളഞ്ഞെന്നല്ല അതിൻ്റെ അർത്ഥം. നോ, he hasn't abandoned you. The only thing is this, his blessing is not over your life. You are walking alone. You are not walking with God. ഇന്ന് ചെയ്യേണ്ടത് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുന്ന് എന്നെക്കുറിച്ച് എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ എനിക്ക് മടങ്ങി വരണം. എവിടെയാണോ എന്നെ അങ്ങ് വിളിച്ചിരിക്കുന്നത് അവിടെ എനിക്കായിരിക്കണം.
എന്ത് ചെയ്യുവാനാണോ അങ്ങനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, എനിക്ക് അത് ചെയ്യണം. പറഞ്ഞേ കർത്താവിനോട്, ഇതുവരെ എന്റെ ചോയ്സ് ആയിരുന്നു, എന്നാൽ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കണം. ഇന്ന് വരെ അത് പ്രാർത്ഥിക്കാത്ത സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടോ? സഹോദരിമാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കണമെന്ന് ഇതുവരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കണമേ. സഹോദര സഹോദരി, ഈ ലോകം മുഴുവനും നേടിയാലും നിന്റെ പ്രാണനെ നിനക്ക് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ഒന്നും കയ്യിലില്ലാതെ കർത്താവ് നിന്നോട് ചോദിക്കുമ്പോൾ നീ പിടിച്ച മീൻ ചിലത് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ പത്രോസും കൂടെ ഉള്ളവരും ലജ്ജിതരായി തലതാഴ്ത്തി നിന്നു, അല്ലേ? ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവരുത്തരം പറഞ്ഞു. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടുമില്ല. 80-90 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുക, നിനക്ക് 90 വർഷം ഞാൻ തന്നു, 80 വർഷം തന്നു, 85 വർഷം തന്നു, 60 വർഷം തന്നു, 50 വർഷം തന്നു, 40 വർഷം തന്നു, നീ പിടിച്ച ചിലത് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ കർത്താവെ, ഞാൻ ഒന്നും നേടിയില്ലെന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും? കർത്താവ് കണക്ക് ചോദിക്കുന്ന നാളില്ല. നമ്മുടെ അധ്വാന ഫലത്തെ കർത്താവിന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങ് തന്ന 2 താലന്ത് കൊണ്ട് ഞാൻ 2 കൂടെ നേടിയെന്ന്, അങ്ങ് തന്ന 5 താലന്ത് കൊണ്ട് ഞാൻ 5 കൂടെ നേടിയെന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? ഇന്നത്തെ രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ, ലെറ്റ് യുവർ വിൽ ബി ഡൺ ഇൻ മീ, നോട്ട് മൈ വിൽ ഓ ലോർഡ്, ലെറ്റ് യുവർ വിൽ ബി ഡൺ ഇൻ മീ. അങ്ങനെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അവിടെ എത്തുവാൻ തക്കവണ്ണം എനിക്കിടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശിഷ്യന്മാർ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതോടെ പറഞ്ഞ് നിർത്തുകയാണ്. 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പലയിടത്ത് ചിതറിപ്പോയിരുന്നവരെല്ലാം കർത്താവ് 1-ാം അധ്യായത്തിൽ കൂട്ടിക്കൊണ്ട് വന്നു. 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്താ? അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. 40 days അതിനകത്ത് നടന്ന സംഭവങ്ങളായി കേട്ടതൊക്കെ. കർത്താവ് 40 ദിവസം ഉയർത്തെഴുന്നേറ്റ്. ആഫ്റ്റർ ഹിസ് റിസറക്ഷൻ ഹി വാസ് ഇൻ ദിസ് വേൾഡ് ഫോർ 40 days. എന്തിനാ? ചുമ്മാതെ കറങ്ങി നടക്കുവാനല്ല. പിന്നെയോ ഇങ്ങനെ അകന്നു പോയവരെയെല്ലാം കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നു. അവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടവരെയെല്ലാം ബലപ്പെടുത്തി അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ 1:4 നോക്കിയേ, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ എല്ലാവരെയും കർത്താവിന് കിട്ടി. ഇപ്പോഴും ശിഷ്യന്മാരെ എല്ലാം കർത്താവിന് കിട്ടി. അവരുമായി കൂടിയിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. നോക്കിയേ, അവിടെ പോയ ആളിനെ, ഇവിടെ പോയ ആളിനെ, ചൂണ്ടയിടാൻ പോയ ആളിനെ, പഴയ തൊഴിലേക്ക് പോയവനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ ചുറ്റിന് വരുത്തി. തൻ്റെ ചുറ്റിന് വരുത്തിയിട്ട് കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങൾ ഞാൻ പറയുന്ന ഈ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം, ഉയരത്തിൽ നിന്നുള്ള ശക്തി. കാരണം നിങ്ങൾ ഈ തോറ്റുപോയതൊക്കെ ശക്തിയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ വീണു പോയത് ശക്തിയില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ വിട്ട് മാറിപ്പോയത്, പഴയ തൊഴിലേക്ക് പോയത് നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ശക്തിയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അതാണ് നമ്മൾ ആദ്യം വായിച്ച വചനഭാഗം. 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവരുടെ മധ്യത്തിലേക്കാണ് സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നു. അതിനുശേഷം പിന്നെ ഒരിക്കലും അവർ തങ്ങളുടെ വഴികളിലേക്ക് ഓടിപ്പോയില്ല. അവർ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. പിന്നെ അവർക്ക് തങ്ങളുടെ ഇഷ്ടമല്ലായിരുന്നു. തങ്ങൾ എന്തിനെയൊക്കെ ഭയപ്പെട്ടുവോ അതിനെയൊക്കെ അവർക്ക് ഭയപ്പെടുത്തുവാൻ കഴിഞ്ഞു, തിരിച്ച് ഭയപ്പെടുത്തുവാൻ കഴിഞ്ഞു. എന്തിനൊക്കെ അവർ അടിമകളായിരുന്നുവോ അതിനെയൊക്കെ അവർക്ക് അടിമകളാക്കുവാൻ അവർക്ക് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. പത്രോസ് ഭയപ്പെട്ടതാണോ? ഇപ്പോൾ പത്രോസിനെ മറ്റുള്ളവർക്ക് ഭയമാ, അല്ലേ? ശിഷ്യന്മാരൊക്കെ ലോകത്തിൻ്റെ ഏതൊക്കെ കോണുകളിലേക്കാണ് പോയത് കർത്താവിൻ്റെ വേലയുമായി. കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് എല്ലാം കളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി അവർ അധ്വാനിക്കാൻ വന്നു. എങ്ങനെ? ഈ പെന്തിക്കോസ്ത് നാളിൽ അവരുടെ മേൽ ദൈവം പകർന്ന ആത്മാവിൻ്റെ ശക്തിയാൽ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. ഈ വാക്യം കേട്ടേ. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് വർക്ക് ഓഫ് ഗാഡ്. അതായത് രാത്രികാലം നമ്മൾ കേട്ടത്. ഒന്നിച്ചു കൂടിയിരുന്നവരല്ല, അവരെ കർത്താവ് ഒന്നിച്ച് കൊണ്ടുവന്നു.
ഹല്ലേലൂയ. കർത്താവ് ഓരോരുത്തരെ പേഴ്സണലി വിസിറ്റ് ചെയ്ത് ഓരോരുത്തരെ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെവിടൊക്കെയാണോ തോറ്റത് ആ തോറ്റ അനുഭവങ്ങളിലേക്ക് കർത്താവ് കടന്നു ചെന്ന് അവരൊക്കെയും മടക്കി താൻ അവരെക്കുറിച്ച് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. എന്തിന്? തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അവരെ നിറയ്ക്കാൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ ഈ ചെയറിൽ നമ്മൾ ഇരിക്കുന്നുണ്ടാകാം, നമ്മുടെ ഹൃദയം ഇവിടെ നിന്ന് അകലെയായിരിക്കും. നമ്മുടെ ഹൃദയം അടുത്തിരിക്കുന്ന സഹോദരനോടോ സഹോദരിയോടോ പറ്റിച്ചേർന്നിരിപ്പാൻ കോണം കഴിയാത്തതായിരിക്കും. ദൈവസഭയോട് വിധേയത്വമില്ലാത്തതായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ സഭയെ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം എന്നെയും കർത്താവെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കി തീർക്കണമേ. ഈ അന്ത്യകാലത്ത് ശ്രേഷ്ഠമേറിയ പ്രവൃത്തി എന്നിലൂടെയും ഈ ലോകം കാണുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത ആ ശിഷ്യന്മാരെ പോലെ ജീവിതകാലം മുഴുവനും ഈ ഭൂമിയിൽ ജീവിച്ചു തീർത്തിട്ടും എൻ്റെ കർത്താവിന് വേണ്ടി ഒന്നും നേടുവാൻ കഴിയാത്ത ഒരു തോറ്റ വ്യക്തിയായി ഈ ലോകം വിട്ട് അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ എനിക്കിടയാകാതെ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം എന്നെയും പണിതെടുക്കണമേ കർത്താവേ എന്ന് നമുക്കിന്നത്തെ രാത്രി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം.